ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു അടിപൊളി സംഭവം തന്നെയാണ്. നമ്മളുടെ നമ്മൾ ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവർക്കും വരുന്ന ഒരു സംഭവമാണ്. അതായത് നമ്മളുടെ ഫോണിൽ നിന്ന് ഒരാൾ പറയുന്നത് നമ്മളുടെ ഫോണിലേക്ക് അല്ലെങ്കിൽ അയാളുടെ ഫോണിലേക്ക് ആധാർ കാർഡൊന്ന് PDF ആയിട്ട് സെൻഡ് ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊന്നിൽ ഫോട്ടോ എടുത്ത് വെറുതെ വിടും, അല്ലെങ്കിൽ കടയിൽ പോയി അടിപൊളിയായിട്ട് സ്കാൻ ചെയ്തിട്ട് അത് നമ്മൾ വിട്ടുകൊടുക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യാറ്. അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് സാധാരണ അടിപൊളിയായിട്ട് വാട്സാപ്പിൽ തന്നെ നമുക്ക് ഈ സംഭവങ്ങളൊക്കെ PDF ആയിട്ട് വിടാൻ പറ്റും. അതിന് നല്ല അടിപൊളി സംഭവങ്ങൾ ഫീച്ചേഴ്സൊക്കെ വാട്സാപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എത്ര അറിവില്ലാത്തവർക്കും വാട്സാപ്പ് ഉപയോഗിക്കുന്നവർക്കൊക്കെ ഇത് സിമ്പിളായിട്ട് നമുക്ക് വിടാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അടിപൊളി വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ബ്ലാക്ക് കളറിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക, സബ്സ്ക്രൈബ്. അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ഓപ്പൺ ആക്കി വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് വിടുന്നത്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ വാട്സാപ്പ് എടുത്തിട്ടുണ്ട്. വാട്സാപ്പ് എടുത്തതിന് ശേഷം നമുക്ക് സാധാരണ മെസ്സേജ് കിട്ടുന്ന അവിടെ തന്നെ കുറച്ച് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു സേഫ്റ്റി പിന്നിന് ചിഹ്നമുള്ളൊരു ബട്ടൺ. ജസ്റ്റ് നമ്മളത് അമർത്തി കൊടുക്കുക. അത് അമർത്തി കൊടുത്ത് കഴിയുമ്പോൾ വരുന്ന ഓപ്ഷനിലാണ് നമ്മളുടെ സ്കാൻ ഡോക്യുമെൻ്റ് ഒളിഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഗ്യാലറിയുടെ അടിയിലായിട്ട് ഡോക്യുമെൻ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ആ ഡോക്യുമെൻ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ അമർത്തി കഴിയുമ്പോൾ നമുക്കൊരു 3 ഓപ്ഷനുകളാണ് പിന്നീട് വരുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മളുടെ ആധാർ കാർഡ് സംഭവങ്ങൾ എന്താണോ ഡോക്യുമെൻ്റ് ചെയ്യുന്നത് ആ ഡോക്യുമെൻറ്റ്സ് നമ്മൾ സെറ്റപ്പായിട്ട് നമ്മൾ എടുത്തു വെക്കണം, ഫോട്ടോ എടുക്കുന്ന രീതിയിൽ. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് സ്കാൻ ചെയ്ത് ഓട്ടോ ക്യാപ്ചറൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് സ്കാൻ ചെയ്ത് പോകും. അപ്പോൾ നമുക്കിവിടെ 3ാമത് കാണുന്ന സ്കാൻ ഡോക്യുമെൻ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ എടുക്കുക. സ്കാൻ ഡോക്യുമെൻ്റ് എന്നുള്ള ഓപ്ഷനാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം മാത്രം നമ്മൾ സ്കാൻ ഡോക്യുമെൻ്റ് അമർത്താൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് സ്കാൻ ഡോക്യുമെൻറ്റിൽ അമർത്തുകയാണ്. സ്കാൻ ഡോക്യുമെൻ്റ് അമർത്തി കഴിയുമ്പോൾ ഞാനിവിടെ ആധാർ കാർഡിന് പകരമായിട്ട് ഞാനിപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന ഒരു പത്രമാണ്. അപ്പോൾ പത്രത്തിന് നേരെ നമ്മളിങ്ങനെ സ്കാൻ ചെയ്യുന്ന രീതിയിൽ തന്നെ വെറുതെ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് വെക്കുക. എന്നിട്ട് നമുക്ക് ഏത് രീതിയിലാണോ അത് കിട്ടേണ്ടത്, അത് ഏതാണോ സംഭവങ്ങൾ അതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക. നമുക്ക് വെച്ച് കൊടുത്ത് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാപ്ചർ ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ജസ്റ്റ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും. ഫ്ലാഷ് മോഡ് വേണമെങ്കിൽ നമുക്ക് മുകളിലായിട്ട് ഒരു സംഭവം ഞാനിപ്പോൾ ഇവിടെ ആരോ കാണിച്ചിട്ടുണ്ട്. അതിലമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലാഷ് ഇട്ടിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓട്ടോ ക്യാപ്ചർ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സംഭവം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഡൺ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഡൺ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ വാട്സാപ്പിലേക്ക് ഇത് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും വാട്സാപ്പ് സ്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് സെപ്റ്റംബർ 2025 ഡേറ്റും ടൈമൊക്കെ കൊടുത്തിട്ട് നമുക്കിവിടെ PDF ആയിട്ട് സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് എഡിറ്റിംഗ് ഉള്ള കാര്യങ്ങളും കൂടി ഞാനിതിൽ പറഞ്ഞുതരാം. അപ്പോൾ ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോക്യുമെൻ്റ് ഞാൻ എടുക്കുന്നു, സ്കാൻ ഡോക്യുമെൻ്റ് എടുക്കുന്നു. അതിനുശേഷം നമുക്ക് എന്ത് സംഭവമാണ് ഒബ്ജക്റ്റാണോ ഇപ്പോൾ നമ്മൾ ആധാർ കാർഡാണെങ്കിൽ നമ്മൾ ആധാർ കാർഡ് ഇങ്ങനെ വെക്കുന്നു. അതിനുശേഷം നമ്മളിങ്ങനെ വെക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഓട്ടോ ക്യാപ്ചർ വരും. അപ്പോൾ ഓട്ടോ ക്യാപ്ചർ കറക്റ്റായിട്ട് നമ്മൾ എങ്ങനെ വെച്ചിട്ട് നമ്മൾ കൈ വിറക്കുകയാണോ അല്ലെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാം. ജസ്റ്റ് നമ്മൾ ക്രോപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് നമുക്ക് ആവശ്യമില്ലാത്ത ഒബ്ജക്റ്റ് വല്ലതുണ്ടെങ്കിൽ നമുക്കിവിടെ 4 മൂലയ്ക്ക് ഒരു നീല കുത്തുകൾ കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഞാൻ ആ കുത്തുമ്പോൾ ജസ്റ്റ് അമർത്തി കഴിയുമ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് നമുക്കിങ്ങനെ അതിങ്ങനെ വലിക്കുമ്പോൾ നമുക്കിവിടെ വലിയൊരു റൗണ്ടിൽ നമുക്കിവിടെ കാണാൻ പറ്റും. അതിൻ്റെ കറക്റ്റ് ലെവലിലൊക്കെ ആക്കി വെക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചു, ശേഷം താഴോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചു, ഇത് കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചു. ഇപ്പോൾ ഏകദേശം കറക്റ്റ് ലെവലായിട്ടുണ്ട്. ഒന്നും കൂടി നമുക്ക് കറക്റ്റാക്കാം. ജസ്റ്റ് ഇങ്ങനെ കറക്റ്റ് വെച്ചു, കുറച്ചും കൂടി പൊക്കാം, കുറച്ചും കൂടി. ഇപ്പോൾ ഏകദേശം നമുക്കിപ്പോൾ ഏകദേശം കറക്റ്റായി തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് റൊട്ടേറ്റ് ചെയ്യുന്നില്ല, ഞാൻ അപ്ലൈ കൊടുക്കുകയാണ്. ജസ്റ്റ് അപ്ലൈ കൊടുത്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും നമുക്ക് അടിപൊളിയായിട്ട് നമ്മൾ ക്രോപ്പ് ചെയ്ത് നല്ല സെറ്റപ്പായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്ക് ചെയ്യേണ്ടത് കാര്യം നമുക്ക് ഫിൽറ്റർ വേണമെങ്കിൽ കൊടുക്കാം. ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ കളറൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഇപ്പോൾ കളർ വേണമെങ്കിൽ കളറിലാക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കളർ കൊടുത്തു കഴിഞ്ഞാൽ കളറിൽ കിട്ടും. ഗ്രേ സ്കെയിൽ വേണമെങ്കിൽ ഗ്രേ സ്കെയിൽ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കിട്ടും. അല്ലെങ്കിൽ ഷാഡോസ് ആണെങ്കിൽ ഷാഡോസ് കിട്ടും. ഫിൽറ്ററുകൾ നമുക്ക് കുറച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് ഓട്ടോ എന്നുള്ള ഓപ്ഷനിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഗ്രേ സ്കെയിൽ അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓട്ടോ കൊടുത്തു, എന്നിട്ട് അപ്ലൈ കൊടുത്തതിന് ശേഷം പിന്നത്തുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീനാണ്. ഈ ക്ലീൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണുന്ന കുറച്ച് ഒബ്ജക്റ്റുകൾ, അതായത് ഈ സൈഡിൽ കാണുന്ന ഒബ്ജക്റ്റുകളൊന്നും നമുക്ക് ആവശ്യമില്ല എങ്കിൽ ജസ്റ്റ് നമുക്കത് ഇങ്ങനെ മായ്ച്ച് കളയാം. നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ മായ്ച്ച് കളഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് അയാൾക്കത് വിടേണ്ട കാര്യമില്ല, അത് കാണേണ്ട കാര്യമില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കിങ്ങനെ മായ്ച്ച് കളഞ്ഞിട്ട് ഇങ്ങനെ കറങ്ങിയാണ് നിൽക്കും. കറങ്ങി നിന്നതിന് ശേഷം നമ്മൾ അപ്ലൈ കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ മായ്ച്ച് കളഞ്ഞ സംഭവങ്ങളൊന്നും കിട്ടാതെ അടിപൊളിയായിട്ട് നല്ല സെറ്റപ്പായിട്ട് അയാൾക്ക് ഇങ്ങനെ തന്നെ വിടാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വാട്സാപ്പിലുള്ള സ്കാൻ ഡോക്യുമെൻറ്റിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റായി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. പിന്നെ ഇവിടെ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ഓപ്ഷനിൽ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി ക്ലാരിറ്റി ബേസ്, അത് കുറച്ചുകൂടി ക്ലാരിറ്റി ബേസാക്കി നമുക്ക് നമ്മളുടെ എടുത്ത ഡോക്യുമെൻറ്റ് നല്ല അടിപൊളിയായിട്ട് വിടാൻ പറ്റും. അപ്പോൾ നമുക്ക് പ്രിൻ്റൊക്കെ എടുക്കുമ്പോൾ നല്ല ക്ലാരിറ്റിയൊക്കെ കിട്ടാൻ വേണ്ടി ഉള്ള ഓപ്ഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് സംഭവം നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി ഡണ്ണുള്ള ഓപ്ഷൻ കൊടുക്കുക. ഡണ്ണുള്ള ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ നേരെ നമുക്ക് വാട്സാപ്പിൽ ഈ സംഭവം സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ എന്തെങ്കിലും ക്യാപ്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്യാപ്ഷൻ ഞാനിപ്പോൾ പേപ്പറിൽ നിന്ന് അടിച്ചു കൊടുക്കുകയാണ്. ആധാർ കാർഡാണെങ്കിൽ ആധാർ കാർഡ് ജസ്റ്റ് അടിച്ചു കൊടുക്കുക, സെൻഡ് കൊടുക്കുക. സെൻഡ് കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മൾ നേരത്തെ വിട്ടതിന് നല്ല അടിപൊളി സംഭവം ഇവിടെ സെൻഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. ജസ്റ്റ് നമുക്ക് സംഭവം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. സംഭവം അടിപൊളിയായിട്ട് നല്ല ഫോട്ടോ നല്ല ക്ലാരിറ്റി ബേസിൽ നമുക്കിവിടെ സൂം ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പായിട്ട് നമുക്ക് ഒന്നും പറയാനില്ലാത്തൊരു നല്ലൊരു അടിപൊളി സംഭവം തന്നെയാണ് ഇത്. കണ്ട നിങ്ങൾക്ക് ഇവിടെ കാണാൻ വഴി. അപ്പോൾ നമുക്ക് അടിപൊളി സംഭവമായിട്ട് ഈ സംഭവം സെറ്റ് ചെയ്യാൻ പറ്റും.